ഇന്ന് അത്യാവശ്യം വില കൂടിയ ഒരു മഞ്ഞ ഷൂവിന്റെ അൺബോക്സിംഗ് ആണ് നമ്മുടെ വ്ലോഗിൽ. ഈ ഷൂ ഇപ്പം കുറേ പേർക്ക് ഇഷ്ടമാണ്, കുറേ പേര് വാങ്ങാനും നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇന്നൊരു യൂസർ റിവ്യൂ പോലെ ഞാൻ പറഞ്ഞ് ഈ വീഡിയോ ചെയ്യാം. ഷൂ ഏതാന്ന് കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണും. പക്ഷേ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുവാണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം പ്രോസസ്സിംഗ് തന്നെയായിരുന്നു. അവസാനം മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ നമുക്ക് ഷിപ്പ് ചെയ്ത് തന്നത്. ഇവർ നമ്മൾ അയച്ച മെയിലിന് റെസ്പോണ്ട് ആയിട്ട് അവരൊരു മെയിൽ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ പോലെ എടുത്ത് വെക്കണം. പ്രൊഡക്റ്റ് റിസീവ് ആയതിനു ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ റെഫറൻസ് വീഡിയോ നമുക്ക് മെയിൽ അയക്കണമെന്ന് പറഞ്ഞ് അൺബോക്സിംഗിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഷിനോയ് ചേട്ടനെ കൂട്ടുപിടിച്ച് ഞങ്ങൾ ഇൻഫോ പാർക്കിന്റെ പുറത്ത് തന്നെ പോയിരുന്ന വീഡിയോ എടുത്തു. ഷിനോയ് ചേട്ടൻ പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ടുള്ള കൊളാബ് ആയോണ്ടാ മഞ്ഞപ്പെട്ടിന്ന്. പക്ഷേ നമ്മൾ മേടിച്ച ഷൂ മഞ്ഞ കളറാണ്, അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ പെട്ടി. ഇനി എന്റെ റിവ്യൂ ആണ് ഈ ഷൂവിനെ കുറിച്ചും ഷൂവിന്റെ പെട്ടിനെ കുറിച്ചും. ഷൂ വന്ന പെട്ടി അത്രയ്ക്ക് സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ട് പെട്ടിയിൽ കീറിച്ചേ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടി അല്ലല്ലോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഷൂയിലേക്ക് പോകാം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കിൽ ബിൽ എന്ന് പറഞ്ഞ്. അതിലെ നായിക ഒരു വലിയൊരു ഫൈറ്റിന്റെ സമയത്ത് ഇടുന്ന ഷൂ ആണ് ഈ മഞ്ഞ കളർ ഷൂ. കാലത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ഷൂവിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയല്ല സോളിലൊക്കെ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഷൂവിന് അത്യാവശ്യം നല്ല വില തന്നെയുണ്ട്. 16,500 രൂപയാണ് ഈ ഒരു പെയർ ഷൂവിന്. പക്ഷേ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ലേസിലോട്ട് പോകാം. നൂഡിൽസ് പോലെയാണ് ഇതിന്റെ ലേസ്, അത്രയും കട്ടി തന്നെ ഉള്ളു ഇതിന്. ഷൂവിന്റെ സോള് നോക്കുവാണെങ്കിൽ വലിയ കട്ടിയൊന്നുമില്ല. ഷൂവിന്റെ മെറ്റീരിയൽ നോക്കുവാണെങ്കിലും ഒരു ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ്. മഞ്ഞ കളർ ഷൂ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ കളർ ശരിക്കും നല്ലതാണ്. ഷൂ പർച്ചേസ് ചെയ്യുന്നവര് എപ്പോഴും ഒരു സൈസ് കൂടുതൽ പോകുക. എന്റെ നോർമൽ ഷൂ സൈസ് വെച്ച് പർച്ചേസ് ചെയ്തിട്ട് ഇതെനിക്ക് നല്ല ടൈറ്റ് ആണ്. റിട്ടേൺ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റിട്ടേൺ ആയിട്ട് പൈസ അക്കൗണ്ടിൽ വീണ്ടും ക്രെഡിറ്റ് ആയിട്ട് ഞാൻ ഈ ഷൂ വീണ്ടും മേടിക്കില്ലെന്ന് അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് കാണാം. ഷൂവിന്റെ അൺബോക്സിംഗും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ചേച്ചി കുറച്ച് നാളത്തേക്ക് നാട്ടിലുണ്ട്. ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ കുറെ നാൾ കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വർക്ക് ഫ്രം ഹോം മേടിപ്പിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞാൻ എന്റെ ചേച്ചിയുടെ കൂടെ എന്നെ വിളിക്കാത്തൊരു റിസപ്ഷന് ഞാൻ പോയി. ചേച്ചിയുടെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു ചേട്ടന്റെയും ചേച്ചിയുടെയും കല്യാണമായിരുന്നു. അന്നേ ദിവസം തന്നെയായിരുന്നു റിസപ്ഷൻ. അതിനാണ് ചേച്ചി പോയത്. എന്നെ വിളിച്ചില്ലേലും അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്നോർത്ത് ഞാനും ആ പരിപാടിയിൽ പങ്കെടുത്തു. റിസപ്ഷനിൽ എന്നെ ഞെട്ടിച്ച 2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാമത്തേതാണ് ഈ പാത്രത്തിലിട്ട് വെച്ച നാരങ്ങ മുട്ടായി. സ്കൂൾ ടൈമിൽ നാരങ്ങ മുട്ടായിക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിത് വീണ്ടും കാണുന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും പൊക്കമുള്ള പുള്ളിയാണ് കല്യാണ ചെറുക്കൻ. ഈ ചേട്ടന്റെ റിസപ്ഷനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നത് ആ ചേട്ടനല്ല, ഈ കൊച്ച്. ഐഡിയ സ്റ്റാർ സിംഗർ പരിപാടിയിലെ പിള്ളേരെ പാടണ പോലെയാണ് ഈ കൊച്ചു പാടിയത്. പാട്ടൊക്കെ എത്രേ ഉള്ളൂ. ഇന്ന് ഡേ 48 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ക്വാഡ്സ് ഫോക്കസ് ചെയ്തുള്ള ലെഗ് വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നൊട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് ആർ എഫ് സി ക്യാപ്ഷൻസിലുണ്ട്. വീൽസ് കാണുന്ന ബൈ.